ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കോവർക്കിംഗ് ബിസിനസ് ഐഡിയ ഷെയർ ചെയ്യാനായിട്ടാണ്. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ റോഡ് സൈഡിലൊക്കെ കുറേ ബിൽഡിങ്ങുകളൊക്കെ ടെനൻസിലാണ്ട് അടഞ്ഞെടുക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അത്ര സിറ്റുവേഷനിൽ നമുക്ക് ഈസി ആയിട്ട് തുടങ്ങാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് ഈ കോവർക്കിംഗ് സ്പേസ്. എസ്പെഷ്യലി ഇത് നമുക്ക് ബിൽഡിംഗ് ഓണേഴ്സിനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ, അതായത് ഒരു 30% മന്ത്ലി റിട്ടേൺ കിട്ടുന്ന ഒരു ബിസിനസ് ഐഡിയ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക, ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. കോവർക്കിംഗ് എന്ന് പറയുന്ന ബിസിനസ് ആശയം നമ്മുടെ കേരളത്തിൽ അത്ര അധികം ഫെമിലിയർ ആയിട്ടില്ല. ഇപ്പോൾ എറണാകുളത്തൊക്കെ നല്ല രീതിയിൽ സ്പ്രെഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കോഴിക്കോടും അത്യാവശ്യം നല്ല രീതിയിൽ ഈ ബിസിനസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ബാക്കിയുള്ള ജില്ലകളിൽ ഈ ബിസിനസ് അധികം സ്പ്രെഡ് ആയിട്ടില്ല. അപ്പോൾ പുതിയതായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് നല്ലൊരു ഓഫീസ് സ്പേസ് എടുക്കാനോ അല്ലെങ്കിൽ നല്ല രീതിയിലൊരു ഓഫീസ് ഫർണിഷിങ് ചെയ്യാനോ സാധിക്കണമെന്നില്ല. അത്തരത്തിലുള്ള വ്യക്തികളാണ് കോവർക്കിംഗ് സ്പേസിൽ വരുന്നത്. അതോടൊപ്പം തന്നെ പുതിയതായിട്ട് ഷെയർ ട്രേഡിംഗ് ചെയ്യുന്ന വ്യക്തികളും അതുപോലെ തന്നെ വെർച്വൽ ഓഫീസ് വേണ്ട ആൾക്കാരും ഒക്കെ ഈ കോവർക്കിംഗ് സ്പേസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് 1000 സ്ക്വയർ ഫീറ്റ് തൊട്ട് ഒരു 3000-4000 സ്ക്വയർ ഫീറ്റ് ഒക്കെ വരെ നല്ല വൃത്തിക്ക് ഇൻറ്റീരിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർ സീറ്റിന് 5000 രൂപ ചാർജ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ക്യാബിൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ക്യാബിനൊക്കെ നമുക്ക് 30,000 രൂപയാണ് 6 സീറ്റിനൊക്കെ വരുന്നത്. സ്വന്തമായിട്ട് ബിൽഡിംഗ് ഉള്ള ഒരു വ്യക്തികൾക്ക് ഒരു 10 ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു 15 ലക്ഷം രൂപയൊക്കെ ഇൻറ്റീരിയർ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ പെർ മന്ത് നിങ്ങൾക്കൊരു 3 ലക്ഷം രൂപ ഈസി ആയിട്ട് ഏൺ ചെയ്യാൻ പറ്റും. അതായത് ഒരു 6 മാസം കൊണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് നിങ്ങൾക്ക് റിട്ടേൺ കിട്ടുന്നതാണ്. പിന്നെ ഈ ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് വേറെ അധികം കോസ്റ്റുകൾ വരുന്നില്ല. ഒന്ന് ക്ലീനിങ്ങുള്ള ഒരു സ്റ്റാഫിൻ്റെയും അതോടൊപ്പം തന്നെ അത് മാനേജ് ചെയ്യാനായിട്ട് ഒരു സ്റ്റാഫ് മതി. അത് അവിടെ തന്നെ കോവർക്കിംഗ് സ്പേസിൽ എടുക്കുന്ന ഏതെങ്കിലും ഒരു ആളെ ഓതറൈസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ എമൗണ്ടും കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ പലരും ആലോചിക്കുന്നുണ്ടോ ഇത് പോസിബിൾ ആണോ എന്നുള്ളത്. ഡെഫിനറ്റ്ലി പോസിബിളാണ്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഒരു കോവർക്കിംഗ് സ്പേസിൽ പോയിട്ട് അവിടുത്തെ പ്രൈസിങ്ങും അവിടുത്തെ ഓക്യുപ്പൻസിയും നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഈ ബിസിനസ് തുടങ്ങുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ടൗണിനോട് ചേർന്നിട്ടുള്ള ഏരിയകളിൽ മാത്രമാണ് ഇത് സക്സസ്ഫുൾ ആവാനായിട്ട് ചാൻസ് കൂടുതൽ. അല്ലാത്തവർക്ക് ഫുൾ ഓക്യുപ്പൻസി കിട്ടണമെന്നില്ല. പക്ഷേ നോർമലി അവിടെയും ഓക്യുപ്പൻസി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഫർദർ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമ്മൾ കാണുന്നവരെ എല്ലാവർക്കും ബൈ.